കുറച്ച് ഡേയ്സ് അല്ലേ നമ്മൾ ഇല്യൂഷൻ ആർട്ടൊക്കെ ചെയ്തിട്ട് ഇന്നൊരു ഇല്യൂഷൻ ആർട്ട് ആയാലും ഒരു പേനയും ബുക്കൊക്കെ എടുത്ത് വരും. കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടും ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ സ്ട്രെസ്സും ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന ടൈമല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതെങ്ങനെ തെറ്റാതെ പൂർത്തിയാക്കാന്നായിരിക്കും അടുത്ത ചിന്ത. അങ്ങനെ നമ്മുടെ ആർട്ടും കംപ്ലീറ്റ് ആവും, നമ്മുടെ സ്ട്രെസ്സും കുറയും. ഒരു പേജിന്റെ ഒത്തുനടുക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു കോൺ വരച്ചു, പിന്നെ അതിന്റെ അകത്ത് ചെയ്യേണ്ടതൊക്കെ ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. കാരണം ഞാൻ പറഞ്ഞു തന്നാൽ അത്ര കണ്ട് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. ഇതുവരെ ഇല്യൂഷൻ ആർട്ടിസ്റ്റ് എന്താണെങ്കിലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. ബിഗിനേഴ്സ് ആവുമ്പോഴേ ഇതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. എന്നാൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മുടെ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരായിട്ടാണെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ആദ്യം പെൻസിൽ വെച്ച് വരച്ച സംഭവത്തിനൊക്കെ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് അത്യാവശ്യമല്ല നല്ലപോലെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ടൈം. ഒന്ന് തെറ്റിയാ അതിന്റെ റിസൾട്ടിനെ തന്നെ ബാധിക്കും. ബട്ട് ഒന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ അത് അടിപൊളിയാക്കാം. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ഇടവിട്ട് കളർ കൊടുക്കുക. നമ്മുടെ ചെസ് ബോർഡ് കണ്ടിട്ടില്ലേ, അതിലെ കോളംസ് പോലെ അതിന്റെ രണ്ട് സൈഡിലും അതേപോലെ വരച്ചു കൊടുക്കുക. ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇതൊക്കെ തെറ്റിപ്പോയോ എന്നൊക്കെ സംശയം വരും. പക്ഷെ കാര്യം കണ്ട മുന്നോട്ട് പോയിക്കും. അത്യാവശ്യം ടൈം എടുത്താലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പം നമ്മുടെ ഡോറ പറയുന്നത് പോലെ എന്താണ്, ശ്രമിച്ചാൽ വിജയം നമുക്ക്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ?